കൊടും ചൂടിൽ വെന്തൊരുകുകയാണ് സൗദി അറേബ്യ. തലസ്ഥാന നഗരിയായ റിയാദിലും കടുത്ത ഉഷ്ണമാണ് അനുഭവപ്പെടുന്നത്. വെയിലേറ്റ് ജോലി ചെയ്യുന്നവർ കൊടും ചൂടിൽ വാടിത്തളരുകയാണ്. പ്രവാസികളടക്കം നിരവധി പേരാണ് വെയിലിനെ വകവയ്ക്കാതെ ജോലികൾക്കായി പുറത്തിറങ്ങുന്നത്. സൗദി തലസ്ഥാനമായ റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലുമെല്ലാം ചൂട് 50 ഡിഗ്രി സെൽഷ്യസിനടുത്താണ്. നട്ടുച്ച നേരത്ത് നേരിട്ട് വെയിലേൽക്കുന്ന ജോലികൾക്ക് വിലക്കുണ്ട്. എങ്കിലും ഭക്ഷണ ഡെലിവറി മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നവർ ചൂട് നേരിട്ടേൽക്കേണ്ട സ്ഥിതിയാണ്. സമീപകാല ചരിത്രത്തിലെ കനത്ത ചൂടാണ് നിലവിലുള്ളത്. കടുത്ത വേനലിന്റെ പിടിയിലാണ് റിയാദ് ഉൾപ്പെടെ സൗദിയുടെ ഓരോ നഗരവും. വരും ദിവസങ്ങളിലും ഉഷ്ണകാലാവസ്ഥ തുടരും. ഇതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പ്രവാസികളടക്കം നിരവധി പേരാണ് വെയിലിനെ വകവെക്കാതെ ജോലികൾക്കായി പുറത്തിറങ്ങുന്നത്. ഞമ്മടെ വന്നിട്ട് റിയാദിൽ 26 വർഷമായി. ആ 26 വർഷത്തിലും കൂടുതൽ ചൂടാണ് ഇപ്പം നടക്കുന്നത്. ഇവിടെ 5 മണിക്ക് ചൂട് കാറ്റടിച്ച് കഴിഞ്ഞാൽ പിന്നെ 10 മണിക്ക് പെരും ചൂടാണ്. അതിശക്തമായ ചൂടാണ് രാവിലെ നമ്മൾ ഏറ്റിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഞങ്ങളിപ്പോൾ പേപ്പർ ഡോക്കർ വണ്ടിയിലാണ്. ഈ 2 വീലറിൽ പോകുന്ന ഇഷ്ടംപോലെ ചക്കന്മാരുണ്ട്. അവരൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ചൂട് കൊണ്ട് സൈ കെട്ടിട്ടാണ് അവർ പണിയെടുക്കുന്നത്. പ്രവാസികളിൽ പലരും ജോലി സ്ഥലത്തെത്താൻ ആശ്രയിക്കുന്നത് പൊതുഗതാഗത സംവിധാനങ്ങളെയാണ്. ശീതീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ലഭ്യമാണെങ്കിലും അല്പനേരം വെയിലേറ്റാൽ വാടുകയാണ് മനുഷ്യർ. AC ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം ചൂടാണ്. AC ഇട്ടാൽ പോലും നമ്മൾ വിയർക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ജോലിയെ തന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഡെലിവറി തൊഴിലാളികൾ, ക്ലീനിംഗ് തൊഴിലാളികൾ, AC ടെക്നീഷ്യന്മാർ, നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവർ രാപ്പകൽ മാറ്റമില്ലാത്ത ചൂടിൽ തളരുകയാണ്. വേനലിന്റെ തുടക്കമാണിത്. ഇപ്പോൾ തന്നെ ചൂട് തീവ്രമായത് ഗുരുതരമായി ജനങ്ങളെ ബാധിക്കും. വരും ദിവസങ്ങളിലും ഉഷ്ണകാലാവസ്ഥ തുടരും. വെയിലേൽക്കാതെയും നിർജ്ജലീകരണം സംഭവിക്കാതെയും ഈ ഉഷ്ണകാലത്തെ മറികടക്കേണ്ടതുണ്ട്. ഇതാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.